കർണാടകയിൽ പൂട്ടിയിട്ട വീട്ടിനുള്ളിൽ 5 പേരുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. വർഷങ്ങൾ പഴക്കമുള്ള അസ്ഥികൂടം 85 വയസ്സുള്ള ജഗന്നാഥ് റെഡ്ഡി, ഭാര്യ പ്രേമ, മക്കളായ ത്രിവേണി, കൃഷ്ണ, നരേന്ദ്ര എന്നിവരുടേതാണ് എന്നാണ് നിഗമനം. മനേഷ് മൂർത്തി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനേഷ്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞത്? എന്താണ് പോലീസ് നൽകുന്ന വിവരം? വേണു, കർണാടകയിലെ ചിത്രദുർഗ എന്ന് പറയുന്ന ജില്ലയിലെ ചല്ലക്കര ഗേറ്റിന് സമീപത്താണ് ഈ വീടുള്ളത്. 2019 അവസാനമായി ഇവരെ കണ്ടത്, മറ്റുപേരെയും പുറത്ത് കണ്ടത് എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്നത്. അതിനുശേഷം ഇവരെ പുറത്ത് കണ്ടിട്ടില്ല. സമീപവാസികളൊന്നുമായി അത്ര സംസാരിക്കുന്ന പ്രകൃതക്കാരായിരുന്നില്ല ഈ കുടുംബം എന്നുള്ളതാണ് അവിടുത്തെ അയൽവാസികളൊക്കെ പറയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് രാവിലെ ഈ വീടിൻ്റെ വാതിൽ തകർന്നു കിടക്കുന്നത് കണ്ടാണ് അയൽവാസികൾ പോലീസിന് വിവരം അറിയിക്കുന്നത്. അങ്ങനെ പോലീസ് വന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ 5 മൃതദേഹങ്ങൾ, അത് 4 മൃതദേഹങ്ങൾ ഒരു മുറിയിലും ഒരു മൃതദേഹം മറ്റൊരു മുറിയിലുമായി കിടക്കുന്ന രീതിയിൽ ശരീരാവശിഷ്ടങ്ങൾ കിടക്കുന്ന രീതിയിൽ കണ്ടത്. പോലീസ് പറയുന്നത് നിലവിലിവിടെ താമസിച്ചിരുന്നവർ എന്ന രീതിയിലാണ് ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്നത്. പക്ഷേ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ, അല്ലെങ്കിൽ DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മൃതദേഹം ഇവിടെ തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം പറയാൻ സാധിക്കൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഇവർ മരിച്ച്, അതായത് ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്, അവരെ കാണാതാവുക അല്ലെങ്കിൽ ഇവരുമായി ബന്ധമൊന്നും ഇല്ലാതാവുക എന്ന് പറയുന്നത്, അത് അയൽവാസികൾ പറഞ്ഞതൊന്നും അത്ര മുഖവിലേക്ക് എടുത്തിട്ടില്ല പോലീസ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം എന്തായാലും നടക്കുന്നുണ്ട്. അതായത് മറ്റെവിടെയെങ്കിലും മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണോ തുടങ്ങിയ സംശയങ്ങളിലേക്കൊക്കെ പോലീസ് എന്തായാലും പോകുന്നുണ്ട്. ആ രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 5 പേരാണ് മരിച്ചത്. അത് ജഗന്നാഥ് റെഡ്ഡി, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ജഗന്നാഥ് റെഡ്ഡി, ഭാര്യ പ്രേമ, മക്കളായ ത്രിവേണി, കൃഷ്ണ, നരേന്ദ്ര എന്നിവരുടേതാണ് മൃതദേഹം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. മറ്റ് വിശദാംശങ്ങൾ, അതായത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.